വി.എസിന്റെ ഓർമ്മക്കുറിപ്പുള്ള വാരാന്ത പതിപ്പ് ഒടുവിൽ പ്രസിദ്ധീകരിച്ച് ദേശാഭിമാനി. വി.എസിന്റെ മുൻ സെക്രട്ടറി കെ.വി. സുധാകരൻ എഴുതിയ ലേഖനം ഉൾപ്പെടുത്തിയാണ് പതിപ്പിന്ന് വിതരണം ചെയ്തത്. വി.എസിന്റെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയതാണ് വാരാന്ത പതിപ്പ്. വിവാദമായ കള്ളൻ വിജയൻ എന്ന ലേഖനം വാരാന്ത പതിപ്പിലില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നലെ വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നില്ലെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കിയിരുന്നു. സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, അപ്പോൾ കള്ളൻ വിജയൻ എന്ന ലേഖനം ആ ഒരു സാങ്കേതിക പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഇന്ന് വാരാന്ത പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു. ജിൽസി, ഞായറാഴ്ച ആയിരുന്നു വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങേണ്ടത്. പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് വാരാന്ത്യ പതിപ്പ് ഉണ്ടാവില്ല എന്നായിരുന്നു ഇന്നലത്തെ ദേശാഭിമാനി പത്രത്തിനോടൊപ്പം വന്ന അറിയിപ്പ്. ചില സാങ്കേതിക കാരണങ്ങൾ ഇതിനെക്കുറിച്ചായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. വി.എസിനെ പറ്റിയുള്ള വി.എസിന്റെ മുൻ സെക്രട്ടറി കെ.വി. സുധാകരൻ എഴുതിയ മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിൽ ഒരു ലേഖനം ആ വാരാന്ത്യ പതിപ്പിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ വരേണ്ട വാർത്തയായിരുന്നു. പക്ഷേ അത് വന്നില്ല. ഈ പറയുന്ന പോലെ പത്രം മൊത്തത്തിൽ മാറ്റുകയായിരുന്നു. പക്ഷെ ഇന്ന് ആ പത്രം വന്നിട്ടുണ്ട്. അതിന്റെ മുൻവശത്ത് തന്നെ മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പ് എന്ന പേരിൽ വി.എസിന്റെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പത്രത്തിന്റെ അവസാന പതിപ്പ് കൊണ്ട് കാണിക്കാൻ വേണ്ടി ഏറ്റെടുത്ത് എത്തിയപ്പോഴാണ് ഈ പത്രത്തിന്റെ 3-ാമത്തെ പേജിൽ, അതായത് ഇന്നലെ പ്രസിദ്ധീകരിക്കേണ്ടിരുന്ന ആ വാരാന്ത്യത്തിന്റെ 3-ാമത്തെ പേജിലായിട്ട് ഒരു ലേഖനം കള്ളൻ വിജയൻ കന്യാ നാടക ഗ്രാമം മുട്ടിപ്പാറ പ്രിയോ എന്ന പേരിൽ ഒരു നാടക പ്രവർത്തനെ കുറിച്ചുള്ള ഒരു നാടകം കൂടി, അതിന്റെ ലേഖനം കൂടി ഉണ്ടായിരുന്നു. അത് ഈ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നാടക പ്രവർത്തനമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് എഡിറ്റോറിയൽ ബോർഡിൽ തന്നെ 2 അഭിപ്രായമുണ്ടായി. ഒന്ന്, ഈ പറയുന്ന പോലെ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ വി.എസിന്റെ അനുസ്മരണവും തൊട്ടു പുറകിലായിട്ട് കള്ളം വിജയൻ എന്നുള്ളൊരു ഇതും കൂടെ വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ചു. അപ്പൊ ചിലർ എതിർത്തു, ചിലർ അതിനെ അനുകൂലിച്ചു. അങ്ങനെ തുടർന്നാണ് പത്രം വേണ്ട, ഇന്ന് വാരാന്ത്യ പതിപ്പ് വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തി റെസിഡന്റ് എഡിറ്റർ എം. സുരാജ്. പക്ഷേ ഈ വാദങ്ങളൊക്കെ തന്നെ തള്ളിയത് മറ്റു ചില കാരണങ്ങൾ, പല കാരണങ്ങൾ കൊണ്ടാണ് ഈ വാരാന്ത്യ പതിപ്പ് പ്രസിദ്ധീകരിക്കട്ടെന്നാണ് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചത്. പക്ഷെ എന്തായാലും ഇതായിരുന്നു പ്രധാന കാരണം. ഇതിന് പിന്നാലെ ഈ കള്ളൻ വിജയൻ എന്ന ആ ലേഖനം എഴുതിയ ടി.സി. രാജേഷ് സിന്ധു, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞുള്ള വിശദീകരണ കുറിപ്പൊക്കെ തന്നെ നൽകിയിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 3-ാമത്തെ പേജിൽ കള്ളൻ വിജയൻ എന്ന വാർത്ത ലേഖനമില്ല. പകരം മുൻവശത്തും പിൻവശത്തും വി.എസുമായി ബന്ധപ്പെട്ട അനുസ്മരണ ലേഖനം തന്നെയാണുള്ളത്. ശരി, സനൂപാണ് വിവരങ്ങൾ.